രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് അല്ലേ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം നമ്മൾ ഇന്നൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നല്ല സൂപ്പർ വീട്ടിലെല്ലായിടത്തും ഉണ്ടാക്കി നോക്കാവുന്ന സൈസ് പ്ലം കേക്കാണ്. മിക്സി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, എല്ലാ വീട്ടിലും ഉണ്ടാക്കാവുന്ന സൈസ്. എല്ലാവർക്കും ക്രിസ്മസിന് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു കപ്പ് 250 ml ഒരു കപ്പ് പഞ്ചസാര അളന്നെടുക്കുക. അതിന് ഒരു ഹാഫ് പോർഷൻ പകുതി കാരമലൈസ് ചെയ്യാൻ എടുക്കുകയാണ്. പകുതിയേ ഇടാവുള്ളൂ, പകുതി നമുക്ക് പൊടിക്കേണ്ട ആവശ്യമുണ്ട്. പകുതി കറക്റ്റ് പകുതി എടുത്ത് മാറ്റി വെക്കുക. ഇത് ഇളക്കിക്കോ. നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടേക്കണം, അല്ലെങ്കിൽ മൂത്ത് പോകും. അപ്പോഴത്തേനും ഒരു ഗ്ലാസ് നല്ലപോലെ ഇളക്കണം. ഇതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചേക്കുന്നത് എന്തൊക്കെയാണ്? ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, ബ്ലാക്ക് മുന്തിരിയുണ്ട്, പിന്നെ ഇത് 2 സൈസിലെ മുന്തിരി, കിസ്മിസ്, പിന്നെ ഈന്തപ്പഴം. ഇത്ര ഇട്ട് ഇതിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. നമ്മൾ കാരമലൈസ് ചെയ്ത ഇതിൻ്റെ അകത്തേക്ക് ഈ സോക്ക് ചെയ്ത് മുന്തിരിങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്, കിസ്മിസും എല്ലാം ഇട്ട്. അര സ്പൂണ് ഗ്രാമ്പൂ പൊടിച്ചത്, ചെറിയ സ്പൂൺ, ടീസ്പൂണിനാണ്, ചെറിയ സ്പൂണ് ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് ഇളക്കുമ്പോൾ നല്ല മണം വരും. ഗ്രാമ്പൂവൊക്കെ പൊടിച്ച് നല്ല ചേർക്കുമ്പോൾ നല്ല പ്ലം കേക്കിനൊക്കെ ഇതിങ്ങനെ ചേർക്കുന്നത് നല്ല വൈനിലൊക്കെ സോക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലപോലെ മണമൊക്കെ വന്ന് വേണ്ട ഈ പരുവാകുമ്പോൾ, നൂൽ പരുവാകുമ്പോൾ ഇതങ്ങ് ഓഫാക്കി. ഈ കാരമലിലിട്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മൾ വേറെ കൂളാകാനായിട്ട് മാറ്റി വെക്കും. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് മൈദ ഒക്കെ അരിച്ച് വെക്കുകയൊക്കെ ചെയ്യുക. അരിച്ചെടുക്കാനുള്ള ഐറ്റംസാണ്: 1 കപ്പ് വടിച്ച് 250 ഒരു കപ്പാണ്, ml ഒരു കപ്പ് വടിച്ച് മൈദ, പിന്നെ 1 ടീസ്പൂണിന് 1 സ്പൂൺ വടിച്ച് ബേക്കിംഗ് പൗഡർ, പിന്നെ ഈ സ്പൂണിന് തന്നെ നമ്മൾ ഒരു അര സ്പൂൺ മതി, അര സ്പൂണ് ബേക്കിംഗ് സോഡാപ്പൊടി. ഇത്രയും നമുക്ക് അരിച്ചെടുക്കണം. 3 തവണ അരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ കേക്കിന് ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്തോണം. 3 തവണ അരിച്ചാലേ കേക്കിന് മയവും രുചി കിട്ടത്തുള്ളൂ. മയം കിട്ടാൻ വേണ്ടിയാണ് ഈ അരിക്കുന്നത്. 3 തവണ അരിക്കുന്നത് ഏറ്റവും നല്ലത്. വേണ്ടത് 2 കോഴിമുട്ട അത് ഇടുകയാണ് മിക്സിയുടെ ജാറിലേക്കാണ്. എന്നിട്ടിത് ഇതിനൊരു 2 സ്പൂണ്, ഒരു ചെറിയ ടീസ്പൂണിലാണെങ്കിൽ 1 സ്പൂൺ ഒഴിച്ചാൽ മതിയേ. ഇത് ചെറിയതായതുകൊണ്ട് 2 സ്പൂണ് വാനില എസൻസ്. ആദ്യം നമ്മൾ ഇത് ഒന്ന് കറക്കിയെടുക്കണം. വലിയ ഇത് സിമ്മിലിട്ടൊന്ന് ഒരു പതഞ്ഞ പരുവം കണ്ടോ, എല്ലാവരും കണ്ടോ? അതിലേക്ക് ഇച്ചിരി അല്ലെങ്കിൽ ഇത് 2ആയിട്ട് ഇട്ടാലും 1ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. പഞ്ചസാര പൊടിയായും പഞ്ചസാര ചേർത്ത് ഇതൊന്നുകൂടെ ഒരു അര സൺഫ്ലവർ ഓയിൽ, അര കപ്പ്. ഈ കപ്പിന് തന്നെ ഈ അളവെടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അളവെടുക്കുന്ന കപ്പിൽ തന്നെ അര കപ്പ് മതിയെ. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നമ്മൾ ഓവൻ സെറ്റപ്പ് ചൂടാകാനായിട്ട് നമ്മളൊരു സിമ്മിലിട്ടേ ചൂടാക്കാവുള്ളൂ. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് ചൂടാക്കണം. ഇതിൻ്റെ അകത്തൊരു പാത്രം വെച്ചിട്ട് അതിൽ ഒരു തിരികെ ഇറക്കി, നമ്മുടെ ഈ കറികളൊക്കെ വെക്കുന്ന തിരികെ ഇറക്കി വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ അടപ്പ് അടച്ച്
വെക്കുക. അടപ്പിൻ്റെ ഇവിടെ തുളയൊന്നും ഉണ്ടാകും. തുളയുണ്ടെങ്കിൽ അത് നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും തുണിക്കോ വല്ലതും വെച്ച് ഒന്ന് അടച്ച് വെക്കുക. ചൂടാകാനായിട്ട് വെക്കുക. ഇച്ചിരി എണ്ണ ഒഴിച്ച് ഈ സൺഫ്ലവർ ഓയിൽ തന്നെ തടവിയാൽ മതി. ബട്ടർ പേപ്പർ ഉള്ളവരെ ബട്ടർ പേപ്പർ വെച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. പ്ലം കേക്ക് ആയതുകൊണ്ട് ഇളകാൻ ഇച്ചിരി എന്നാലും കുഴപ്പമില്ല. ചെറുതായി ഇളകി വന്നോളൂ. ഈ സൈഡിലും എല്ലാം ഇങ്ങനെ തേച്ച് കൈ കൊണ്ട് വെക്കുന്നതായിരിക്കും എല്ലാ ഭാഗത്തും ആക്കും. നമ്മൾ മുമ്പേ അടിച്ചു വെച്ച 2 മുട്ട, പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഈ മിക്സിൻ്റെ അകത്ത് നല്ലപോലെ പൊടിച്ച് ഒഴിച്ച് വെച്ച് വെക്കുക. പിന്നെ നമ്മൾ ഒരു 1/2 സ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും കൂടെ കുഴപ്പമില്ല. ചെറുതായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും അതിൻ്റെ കടിക്കാൻ കിട്ടുന്ന പ്ലം കേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കുക. ചേർക്കാനുള്ളത് നമുക്ക് ഈ പ്ലം കേക്കിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റാണ് ഈ ഓറഞ്ച് തൊലി പഴുത്ത ഓറഞ്ച്. ഇപ്പം ആകുമ്പോൾ അവൈലബിൾ ആണ്. എല്ലാം ഈ വൃശ്ചിക മാസം ആയതുകൊണ്ട് ഓറഞ്ച് ഒത്തിരി അവൈലബിൾ ആണ്. അതിൻ്റെ തൊലി വിളയിച്ച് നമ്മൾ പഞ്ചസാര ലായനിയിൽ ഒന്ന് തിളപ്പിച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ കുറുക്കിയെടുത്തതാണ്. അതൊരു എത്ര ചേർത്താൽ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല പറ്റിച്ച് എടുത്തതാണ്. ഇത് 2.5 സ്പൂൺ മിച്ചം ഇത് ചേർക്കുക. ചെറിയ സ്പൂൺ ചേർത്താണ്. ഇത് നല്ലപോലെ ഇളക്കുക. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത പൊടികളെല്ലാം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ 3 പ്രാവശ്യം അടിച്ചെടുത്താണ് ഈ പൊടി. ഇതിൽ 3 ബാച്ചായിട്ട് 3 പ്രാവശ്യമേ ചേർക്കാവുള്ളൂ. ചേർത്ത് ഇളക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്പാച്ചില വെച്ചിട്ടാണ്. സ്പാച്ചില നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു തവി, ഒരു സ്പൂണ്, ചട്ടുകം പോലത്തെ അത് ഉണക്കത്തെ സ്പൂണ്. ഇതിൻ്റെ ടെക്സ്ചർ ഇത് ഇത്രയും ഈ പരുവത്തിലാണ്. എന്നാന്ന് വെച്ചാൽ ഒത്തിരി ലൂസായി പോകല്ല. ലൂസായ കേക്ക് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് നമ്മളിത് ഇത് മുമ്പേ വെച്ച് കാണിച്ചില്ലല്ലോ ഒന്ന്. ബാക്കി മൈദ തടവി വെച്ച ഈ പാത്രത്തിലേക്ക് കാഷ്യൂ നട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ച് ഒടിച്ചാണെങ്കിലും ഇട്ടാൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ഈ സാധനങ്ങൾ നമ്മൾ ചേർത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ അടിയിലോട്ടാകി പോകും. ഇത് എല്ലാ സ്ഥലത്തും നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്തത്. ഇത് ഈ മാവ് മൊത്തം ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യും. ഇത് മൊത്തം ഒഴിച്ചു. അതിൽ നിന്ന് ഒരു ഈർക്കിൽ വെച്ച് ഇങ്ങനെ ആക്കുക. സ്ക്വയർ ഇങ്ങനെ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് സ്ക്വയർ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ ഒന്ന് 2 ടാപ്പ് ചെയ്യുക. സൈഡിലൊന്ന് ഇറക്കി വെക്കുക. ഓവൻ സെറ്റൊക്കെ ചൂടായിട്ട് ഇറക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക.
ഇതൊരു 45 മിനിറ്റ് സിമ്മിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് 1 മണിക്കൂർ മൊത്തം പിടിക്കും ഇത് കേക്കായി വരണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചില്ല് പാത്രം വെച്ചത്. ഇത് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ കേക്ക് പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വെക്കുക. ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. നമ്മുടെ കേക്കായിട്ടുണ്ട്. നോക്കാം ആയോന്നൊന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ഈ ഒരു ഈർക്കിലി വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇതിലൊന്നും പറ്റിയില്ലെങ്കിൽ ഇത് കണ്ടോ ആയിട്ടുണ്ട്, കേക്കായിട്ടുണ്ട്. നമുക്ക് നിർത്തി വെക്കാം. പറയട്ടെ, നമ്മുടെ കേക്ക് നല്ലപോലെ ആയിട്ടുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ തട്ടുമ്പോൾ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ കൂളാക്കാൻ വെക്കുക. ഒരു ദിവസം പ്ലം കേക്കൊക്കെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് മുറിച്ച് 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല, മുറിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കൂളാക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഈ അളവ് കപ്പൊന്നും ഇല്ലാത്തവർ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഈ അളവ് കണ്ട് ഓരോ ഗ്ലാസ് അളവ് കണ്ട് മൈദ ഒക്കെ എടുത്താലും മതി. സാധാരണക്കാരന് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഓവന് വേണ്ട, ബീറ്റർ വേണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്പൂണും തവിയും ഒക്കെ തന്നെ ഉപയോഗിച്ച് കറക്റ്റ് അളവായിരിക്കണമെന്നേ ഉള്ളൂ. അത് ഒരു അളവും സ്പൂണും കണ്ട് എടുക്കണം. അപ്പോൾ ഇത് എല്ലാവരും ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഞങ്ങളുടെ രുചിക്കൂട്ട് എന്ന ചാനൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ്.